നമസ്കാരം. ശബരിമലയിലെ തിരുവാഭരണ സ്വർണ്ണക്കവർച്ചാ വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിലായ മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു അന്തരിച്ചത് ക്യാൻസർ രോഗബാധയിൽ. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കേസിൽ പെടുന്നതുവരെ അതീവ ആരോഗ്യവാനായിരുന്ന ഇദ്ദേഹത്തെ ജയിൽവാസത്തിനു ശേഷമാണ് മാരകമായ രോഗം വിഴുങ്ങിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ മുരാരി ബാബു 90 ദിവസത്തോളം ജയിലിലായിരുന്നു. നിശ്ചിത സമയത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം നൽകാതിരുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം കിട്ടിയത്. എന്നാൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ വേട്ടയാടാൻ തുടങ്ങി. ആദ്യമെല്ലാം വെറും ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് കരുതി അവഗണിച്ചെങ്കിലും ശരീരം അതിവേഗം മെലിഞ്ഞുണങ്ങാൻ തുടങ്ങി. ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി കൃത്യമായ ഇടവേളകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി ഇദ്ദേഹം ഒപ്പിടുമായിരുന്നു. ഓരോ തവണ വരുമ്പോഴും കോലം കെട്ടുപോകുന്ന മുരാരി ബാബുവിനോട് പോലീസുകാർ തന്നെ കാര്യങ്ങൾ തിരക്കി. അപ്പോഴെല്ലാം ദഹനക്കേടിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ ഇദ്ദേഹം ഒടുവിലത്തെ തവണ ഒപ്പിടാനെത്തിയപ്പോൾ നടത്തിയ വെളിപ്പെടുത്തൽ കേട്ട് സ്റ്റേഷനിലുള്ളവർ ഒന്നടങ്കം തന്നെ ഞെട്ടി. തനിക്ക് അർബുദമാണെന്നും രോഗം അതിന്റെ അവസാന ഘട്ടമായ 4ാം സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞെന്നുമായിരുന്നു ഇടറിയ ശബ്ദത്തോടെയുള്ള ആ പ്രതികരണം. എല്ലാം അയ്യപ്പൻ നേരിട്ട് നൽകിയ ശിക്ഷയാണ്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് വികാരാധീനനായി പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം മടങ്ങിയത്. രോഗം തിരിച്ചറിഞ്ഞയുടൻ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അടിയന്തര ശസ്ത്രക്രിയ നിശ്ചയിക്കുകയും ചെയ്തെങ്കിലും അതിനു മുൻപേ മരണം ഇദ്ദേഹത്തെ കൊണ്ടുപോയി. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ വിടവാങ്ങിയെങ്കിലും കേസിലെ കുറ്റപത്ര സമർപ്പണം അവസാന ഘട്ടത്തിലായതിനാൽ പ്രതിയുടെ വിയോഗം തുടർ നടപടികളെ ഒട്ടും ബാധിക്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്നാണ് മുരാരി ബാബുവിന്റെ വളർച്ച. പിതാവിന്റെ ചെറിയ പെട്ടിക്കടയിലെ വരുമാനത്തിൽ ഒതുങ്ങിയിരുന്ന കുടുംബത്തിലെ യുവാവിന് 1994 കേരള പോലീസിൽ കോൺസ്റ്റബിളായി ജോലി കിട്ടിയത്. കണ്ണൂരിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനിങ്ങിന് ചേർന്നുവെങ്കിലും കഠിനമായ പരിശീലനം പൂർത്തിയാക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല. പോലീസ് കുപ്പായം ഊരിവെച്ച് 1997 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരനായി കയറിയതോടെയാണ് ഇദ്ദേഹത്തിന്റെ ജാതകം മാറുന്നത്. ബോർഡിലെ ഒരു പ്രബല ഉദ്യോഗസ്ഥന്റെ വിശ്വസ്തനായി മാറിയ മുരാരി ബാബുവിന് വൈകാതെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം കിട്ടി. തുടർന്ന് വൈക്കം തിരുനക്കര ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ പദവിയിലേക്ക് വഴിവിട്ട രീതിയിൽ ഇദ്ദേഹം ഉയർത്തപ്പെട്ടു. ചുരുങ്ങിയ കാലത്തെ ദേവസ്വം ജോലിയിലൂടെ ഇദ്ദേഹം കോടികളുടെ അവിഹിത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് SIT കണ്ടെത്തിയത്. ശബരിമലയിൽ വൻ സ്വർണ്ണ കവർച്ച നടന്ന 2019 തന്നെ പെരുന്നയിലെ തറവാട് പൊളിച്ച് 2 കോടിയോളം രൂപ ചെലവിട്ട് ആഡംബര കൊട്ടാരം പണിതുയർത്തി ഇദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. മുരാരി ബാബു കാലുകുത്തിയ ദേവസ്വം കേന്ദ്രങ്ങളിലെല്ലാം വൻ അഴിമതികളും ദുരൂഹതകളും നിഴലിച്ചിരുന്നു. വൈക്കത്തും തിരുനക്കരയിലും ഉത്സവങ്ങൾക്ക് ആനയെ കരാറെടുത്തതിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു.